ഷെയ്ഖ് ജീലാനി തന്നെ തന്റെ കിതാബിൽ ചോദിക്കുന്നുണ്ട് അക്കാലഘട്ടത്തിലെ മുസ്ലിമീങ്ങളോട്, കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ എങ്ങനെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുക? വഫീ ഖൽബിക കം ഇലാഹ്, കാരണം നിങ്ങളുടെ കൽബുകളിൽ എത്രയെത്ര ഇലാഹുകളെയാണ് നിങ്ങൾ വെച്ചിട്ടുള്ളത്. അള്ളാഹ്ക്ക് പുറമെ അള്ളാഹ് കൊടുത്ത കഴിവിൽ നിന്ന് സഹായിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അവരോട് തേടിക്കൊണ്ടിരിക്കും. അള്ളാഹിനോടും തേടുന്നു, അവരോടും തേടുന്നു. അതിനെക്കുറിച്ച് ഷെയ്ഖ് ജീലാനി ചോദിക്കുന്നു, അത് നിങ്ങളുടെ കൽബിൽ വെച്ചിരിക്കെ നിങ്ങൾ എന്തുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത്? എങ്ങനെ നിങ്ങൾക്ക് കഴിയുന്നത്? ലാ യൻഫഉക തൗഹീദുൽ ലിസാൻ മഅ ശിർക്കിൽ ഖൽബി, നിങ്ങളുടെ നാവ് കൊണ്ട് ഈ തൗഹീദിന്റെ വാക്ക് പറഞ്ഞതുകൊണ്ട് ഒരു ഫായിദയുമില്ല കൂട്ടരെ, കൽബിൽ ശിർക്കാണ് ഉള്ളത്. അതുകൊണ്ട് നിങ്ങൾ അല്ലാഹു പള്ളി എങ്ങനെയാണോ ആകാൻ പറഞ്ഞത് അതുപോലെ നിന്റെ കൽബിൽ ഒരു പള്ളി ഉണ്ടാക്കിക്കോ. അന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, പള്ളികൾ അല്ലാഹുക്കുള്ളതാണ്, അവിടെ വെച്ച് അവന് പുറമെ ഒരാളെയും വിളിച്ചു തേടാൻ പാടില്ല. അതാണ് പള്ളിയെങ്കിൽ ആ തൗഹീദ്, ആ പള്ളിയെ പോലെ നിന്റെ കൽബിൽ തൗഹീദ് സ്ഥാപിക്കൂ എന്നാണ് മഹാനായ ഷെയ്ഖ് ജീലാനി വിശദീകരിച്ചിട്ടുള്ളത്. ആ ജീലാനിയെയും വിളിച്ചു തേടുന്ന അവസ്ഥ